വയനാട് മേപ്പാടി പൂളക്കുന്ന് സ്വദേശി അറുമുഖനെ കൊലപ്പെടുത്തിയ കാട്ടാനയെ ഉൾക്കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം തുടരുകയാണ്. 2 കുങ്കിയാനകളെ ദൌത്യത്തിനായി ഉപയോഗിക്കും. കാട്ടാനക്കൂട്ടത്തിൽ ഏതാനയാണ് അറുമുഖനെ ആക്രമിച്ചതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് ഡിഎഫ്ഒ വ്യക്തമാക്കി. ജനവാസ മേഖലയിൽ ആന തുടർന്നാൽ മയക്കുവെടിവെക്കുമെന്നും ഡിഎഫ്ഒ പറഞ്ഞു. പരമാവധി ഈ ആനയെ ഈ ഭാഗത്തു നിന്ന് ദൂരേക്ക് ഡ്രൈവ് ചെയ്യാനാണ് ശ്രമം. അതുകൂടാതെ മുത്തങ്ങ ആനപ്പന്തിയിലുള്ള 2 കുങ്കിയാനകളെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ആനകളെ ഉപയോഗിച്ചുള്ള ഒരു കുങ്കി ഡ്രൈവിംഗ് ഓപ്പറേഷനും ആരംഭിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ ഫലവത്തായില്ലെങ്കിലാണ് നമ്മൾ ഈ ആനയെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്ത് മയക്കുവെടി വെക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക. ഒരു കൂട്ടം ആനകളുണ്ട്. അതിൽ ഏത് ആനയാണ് ഈ പറയുന്ന വ്യക്തി ആക്രമിച്ചതെന്നുള്ളത് നമുക്ക് സിനോജ് തോമസ് നമുക്കൊപ്പം. സിനോജ് തോമസ്, ഇന്നലെ ജോലി കഴിഞ്ഞ് ഉന്നതിയിലേക്ക് പോവുകയായിരുന്നു അറുമുഖൻ. അതിനിടയിലാണ് 8-8:30 മണിയായപ്പോൾ ആന ചവിട്ടിക്കൊന്നത്. വലിയ പ്രതിഷേധം അവിടെ ഉയർന്നതാണ്. ആ പ്രദേശത്ത് അറുമുഖനെ ആക്രമിച്ച ആനയെ കൂടാതെ നിരവധി ആനകൾ വിഹരിക്കുന്ന ഒരു പ്രദേശമാണോ? എങ്ങനെയാണ് ഒരു പരിഹാര മാർഗം? സുജപർവ്വതി, ഞാനുള്ളത് ആ ചെമ്പർ എസ്റ്റേറ്റിൽ തന്നെയാണ്. ഈ എസ്റ്റേറ്റിലൂടെ ഇന്നലെ രാത്രി അറുമുഖൻ വീട്ടിലേക്ക് നടന്നു പോകുന്ന സമയത്താണ് ഈ അപകടം സംഭവിക്കുന്നത്. എസ്റ്റേറ്റിൽ നോക്കിയാൽ കാണാം, ഇതിൻ്റെ ഒരു അതിർത്തി എന്ന് പറയുന്നത് വനമേഖലയാണ്. ആ വനമേഖലയിൽ നിന്ന് ഇറങ്ങി വന്ന കാട്ടാനയാണ് അറുമുഖൻ്റെ ജീവനെടുത്തത്. ഡിഎഫ്ഒ പറഞ്ഞതുപോലെ തന്നെ ഒന്നിലേറെ കാട്ടാനകളുണ്ട്. അതുകൊണ്ട് അതിലേത് ആനയാണ് ജീവനെടുത്തതെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ആ സംഭവത്തിന് ശേഷം രാത്രി തന്നെ കാട്ടാനക്കൂട്ടം വനത്തിലേക്ക് മടങ്ങിയിരുന്നു. ആ കാട്ടാനകളെ ഉൾക്കാട്ടിലേക്ക് തുരുത്താനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ രാത്രിയിൽ വീണ്ടും ഈ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു പ്രതിരോധ നടപടികൾ വനംവകുപ്പ് സ്വീകരിച്ചു വരുന്നു. നിരവധി വനപാലകർ ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്ത് നിരീക്ഷണത്തിലാണ്. ഉച്ചയ്ക്ക് തന്നെ കുങ്കിയാനായ ഉണ്ണികൃഷ്ണൻ ഇവിടെ എത്തിച്ചിരുന്നു. ആനയെ ഇവിടെ തളച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ വിക്രം എന്ന് പറയുന്ന കുങ്കിയാനെ കൂടെ ഇവിടേക്ക് എത്തിക്കുമെന്നാണ് ഡിഎഫ്ഒ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ വനപാലകരുടെ വലിയ സംഘം ഇന്ന് രാത്രി ഈ പ്രദേശത്ത് സുരക്ഷ ഒരുക്കാൻ വേണ്ടി ഉണ്ടാകും. ആളുകളുടെ പ്രധാന ആവശ്യമെന്ന് പറയുന്നത് കാട്ടാനയോ അല്ലെങ്കിൽ കടുവയോ ഒരു മനുഷ്യജീവൻ എടുത്തു കഴിഞ്ഞാൽ സ്ഥിരമായി കേൾക്കുന്നതാണ് സുരക്ഷ ഒരുക്കും, അവർക്ക് ധനസഹായം നൽകും, ഫെൻസിംഗ് നിർമ്മിക്കുമെന്നൊക്കെ തന്നെ പറയുന്നത്. അത് സ്ഥിരമായി കേൾക്കുന്നതാണ്. ഇനി അത് അനുവദിക്കാൻ കഴിയില്ല. അതൊരു ശാശ്വതമായി പരിഹാരം വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾ പ്രതിഷേധിച്ചത്. ഡിഎഫ്ഒ ഉൾപ്പെടെ അറുമുഖൻ്റെ വീട്ടിലെത്തിയ നാട്ടുകാരുമായി കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. അങ്ങനെ ഈ ഫെൻസിങ്ങിനുള്ള കരാർ നൽകിയിരുന്നു. പക്ഷേ അത് വൈകുന്നുവെന്നാണ് ഡിഎഫ്ഒ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സോളാർ ലൈറ്റ് സംവിധാനം ഉൾപ്പെടെ ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട് എന്ന് ഡിഎഫ്ഒ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അറുമുഖൻ്റെ സംസ്കാരം അല്പസമയത്തിനകം തന്നെ വീട്ടിൽ പൂർത്തിയായിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ ധനസഹായം കുടുംബാംഗങ്ങൾക്ക് ഡിഎഫ്ഒ വീട്ടിലെത്തി നേരിട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ജനങ്ങൾക്ക് ഈ മേഖലയിൽ പ്രതിഷേധമുണ്ട്. കാരണം ഇവിടെ രാത്രിയായാൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്. നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴിയാണ്. എസ്റ്റേറ്റ് തൊഴിലാളികൾ ഉള്ള സ്ഥലമാണ്. ഇവിടെയാണ് ഒരു കാട്ടാന ആക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷത്തിനിടയിൽ നിരവധി ആക്രമണങ്ങൾ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഇതിന് വേണമെന്ന നിലപാടിൽ നാട്ടുകാർ ഉറച്ചു നിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. രാത്രികാലത്ത് നടന്നു പോകണമെങ്കിൽ തെരുവുകൾക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ പ്രദേശത്ത് വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഓക്കെ, സിനോജ് തോമസ് ആണ് കാട്ടാന ആക്രമണത്തിൽ ഇപ്പോൾ ആനയെ കാട് കയറ്റാനുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിവരിച്ചത്.